സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി SIO കേരള അമരക്കാരൻ സഹോദരൻ S. ഇർഷാദ് അവരുടെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട SIOവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന സമിതി അംഗവുമായ സഹോദരൻ ഷഫ്രിൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി P. മുജീബ് റഹ്മാൻ സാഹിബ്, T. മുഹമ്മദ് സാഹിബ്, P. റുക്സാന സാഹിബ, SIOവിന് ജില്ലയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ സമ്മേളനത്തിൽ ഒത്തുചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വളരെ സന്തോഷത്തോടു കൂടി ഹൃദയം നിറഞ്ഞ് നിങ്ങളുടെ ഈ പ്രൗഢഗംഭീരമായ കരുത്തുറ്റ ഈ സമ്മേളനത്തെ SIO കേരള ഘടകത്തിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ കരുത്തുറ്റ സമ്മേളനം എന്ന് പറഞ്ഞത് 1990 SIOവിൻ്റെ രണ്ടാമത്തെയും ഇതുവരെയുള്ളതുമായ അവസാനത്തേതുമായ സംസ്ഥാന സമ്മേളനത്തിന് എറണാകുളം ജില്ല സാക്ഷ്യം വഹിച്ചിരുന്നു. അന്ന് ഏതാണ്ട് 10,000-ഓളം ആളുകളാണ്, അതിനടുത്ത ആളുകളാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് ഒരു സംസ്ഥാന സമ്മേളനത്തിൽ 23 വർഷം മുമ്പ് പങ്കെടുത്ത ആളുകളുടെ അത്രയും ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജില്ലാ സമ്മേളനം നടത്താൻ മാത്രം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ വളർന്നു എന്നത് ആണ് ഈ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതിൻ്റെ സവിശേഷതയും അതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സമ്മേളനങ്ങളിൽ ആള് കുറഞ്ഞതിനെക്കുറിച്ച് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. SFI നേതാക്കളും DYFIയുടെ നേതാക്കളും KSU നേതാക്കളുമൊക്കെ സമ്മേളനത്തിൽ ആള് കുറഞ്ഞുപോയി എന്ന് പരിഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് SIOവിൻ്റെ സമ്മേളനങ്ങൾ വൻ വിദ്യാർത്ഥി പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് എന്നതാണ് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സവിശേഷതയാണ്. നമ്മുടെ ഈ വളർച്ചയെ, നമ്മുടെ ഈ സ്വീകാര്യതയെ ആളുകൾ അസഹിഷ്ണുതയോടുകൂടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ വളർച്ചയും, നമ്മളിവിടെ ജനാഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു, നമ്മളിവിടെ വിദ്യാർത്ഥികളുടെ നിലപാടുകൾ എന്താകണമെന്ന് ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനം തീരുമാനിക്കുന്നു. അങ്ങനെ ആശയപരമായി, സാമൂഹികമായി ഒരു സമൂഹത്തിൻ്റെ നേതൃപദവിയിലേക്ക് നമ്മളും നമ്മുടെ സഹോദര പ്രസ്ഥാനങ്ങളും മാതൃപ്രസ്ഥാനവും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമുക്കെതിരായ വിമർശനങ്ങളും ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മുഖ്യധാര ഇടതുപക്ഷത്തിന് ഇപ്പോൾ നമ്മെ വിമർശിക്കാൻ ഒഴിഞ്ഞിട്ട് നേരമില്ല. പൊതുയോഗങ്ങളിൽ വിമർശിച്ചത് പോരാഞ്ഞ് ഇപ്പോൾ പാർട്ടി പ്ലീനത്തിൽ വരെ നമുക്കെതിരായ പ്രമേയവും വിമർശനങ്ങളുമാണ്. നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സ്വീകാര്യത ഇവിടെ ആളുകളെ ആലോചനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചകങ്ങളായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കുന്നത്.
ഇങ്ങനെ പാർട്ടി സമ്മേളനങ്ങളിലും പ്ലീനങ്ങളിലും പൊതുയോഗങ്ങളിലുമൊക്കെ നമ്മെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നവർ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ സമ്മേളനത്തെ വരെ ഏതെങ്കിലും നിലക്ക് ഒന്ന് അലങ്കോലപ്പെടുത്തി കളയാൻ കഴിയുമോ എന്ന് ചിലർ ആലോചിച്ചിരുന്നു. പക്ഷേ എനിക്കിതിനെയൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷകരമായി തോന്നുന്നു. അതോടൊപ്പം എനിക്കൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, മുമ്പ് നമ്മുടെ SFI സഖാക്കൾക്ക് കുറച്ചു കാലം ഇതായിരുന്നു പണി. അവർക്ക് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ കാണുമ്പോൾ, പൊതുയോഗങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തെയും പൊതുസമൂഹത്തെയും അഭിമുഖീകരിക്കുമ്പോഴൊക്കെ നമ്മളെക്കുറിച്ച് തീവ്രവാദികൾ വരുന്നു, ഭീകരവാദികൾ വരുന്നു, ഇവിടെ മതനിരപേക്ഷത തകർക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ കാലം നമുക്കെതിരെ സംസാരിച്ചിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ അവർ സംസ്ഥാന സമ്മേളനം കൂടി തീരുമാനിച്ചു. വേണ്ടിയിരുന്നില്ല. കാര്യം നമ്മൾ ഇത്ര ശക്തമായി എതിർത്തിട്ടും നമ്മൾ ഇത്ര ഘോരഘോരമായി പ്രസംഗിച്ചിട്ടും അവർ വളരുക തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി നമ്മൾ പ്രചാരണം നടത്തുന്ന ഈ പണി ഇനിയെങ്കിലും നമ്മൾ നിർത്തണമെന്നാണ് സഖാക്കൾ, കുട്ടി സഖാക്കൾ ഒടുവിൽ സംസ്ഥാന സമ്മേളനം ചേർന്ന് തീരുമാനിച്ചത്. എനിക്ക് SFI സഖാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ CPM സഖാക്കൾക്ക് കൂടി ഈ ബുദ്ധി ഒന്ന് ഉപദേശിച്ചു കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം വീഞ്ഞിന് പഴകും തോറും വീര്യം കൂടും എന്നൊരു പ്രയോഗമുണ്ട്, ഒരനുഭവമുണ്ട്. നമ്മളെ ആളുകൾ എതിർക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ കൂടുതൽ ആവേശഭരിതരാവുക, ധീരരാവുക, പോരാളികളാവുക എന്നതാണ് അനുഭവം. അത് നമ്മുടെ മാത്രം അനുഭവമല്ല, ഇസ്ലാമിൻ്റെ തന്നെ ഒരു സവിശേഷതയും കൂടിയാണ്. എതിർപ്പുകൾ കൊണ്ട്, വിമർശനങ്ങൾ കൊണ്ട്, ആക്രമണങ്ങൾ കൊണ്ട് നമ്മെ നേരിട്ട് കളയാമെന്ന് വിചാരിച്ചാൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. അതേ ചരിത്ര പാരമ്പര്യത്തിൽ തുടരുന്ന ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിമർശിച്ച് മൂലക്കിരുത്തി കളയാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശനത്തെ ഊർജമാക്കി, ഇന്ധനമാക്കി, അവസരമാക്കി മുന്നേറിയ ചരിത്ര അനുഭവങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വിമർശനങ്ങൾ തുടരുന്നതിൽ നമുക്ക് സന്തോഷവും നന്ദിയും കടപ്പാടുമാണ് ഉണ്ടാവുക. കാരണം നമ്മൾ വളരെ സർഗാത്മകമായി അതിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നു. നമ്മുടെ വളർച്ചയ്ക്കുള്ള, നമ്മുടെ നയങ്ങൾ വിശദീകരിക്കുവാനുള്ള ഇന്ധനമായി, ഊർജമായി അത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന സന്തോഷം നമുക്കുണ്ട്. എറണാകുളം ജില്ലാ സമ്മേളനത്തിലേക്ക് വരികയാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന പുതുമയുള്ള ഒരു പ്രയോഗവുമായിട്ടാണ് ഈ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രമേയമായി നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ ഭാവനാത്മകമായ, വളരെ സൗന്ദര്യാത്മകമായ, വളരെ ആശയതലങ്ങളുള്ള ഒരു പ്രയോഗമാണ് റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ. യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ആലോചിച്ചു പോകുന്നത്, ഇത് ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രമേയം മാത്രമാകേണ്ടതല്ല, ഇതൊരു പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഒരു പ്രമേയമായി മാറുന്ന ഒരു കാലമാണ് വരാനിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ എന്താണ് ഈ തലമുറയെ മുന്നോട്ട് നയിക്കുന്നതിൽ, പുതിയ തലമുറയെ, വിദ്യാർത്ഥികളെ, യുവതലമുറയെ റീഡിഫൈൻ ചെയ്യുവാൻ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് വരുമ്പോൾ എന്താണ് ആ പുനർനിർവചനത്തിൻ്റെ ആധാരമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് അടിത്തറയിലാണ് നമ്മളൊരു സമൂഹത്തെ പുനർമാനവീകരിക്കുവാൻ പോകുന്നത്? തീർച്ചയായും നമ്മുടെ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്, സാമൂഹിക മാറ്റങ്ങൾക്കും വിപ്ലവങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുള്ളത് എല്ലാ കാലത്തും മതങ്ങളാണ് എന്ന് നമുക്കറിയാം. മതങ്ങൾ, മതപ്രവാചകന്മാർ മനുഷ്യരെയും മനുഷ്യ സമൂഹത്തെയും സാമൂഹിക മാറ്റങ്ങളെയും നയിച്ചിരുന്ന ഒരു കാലവും ഒരു അനുഭവവും നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് മനുഷ്യ ചരിത്രം, നാഗരികതകളുടെ ചരിത്രം. അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നാഗരികതയുടെയും ചരിത്രത്തിൻ്റെയും തുടർച്ചയിൽ ഒരു ഘട്ടത്തിൽ ഈ ദൗത്യം, മനുഷ്യ സമൂഹത്തെ, നാഗരികതയെ, വിപ്ലവങ്ങളെ, ചരിത്രത്തെ മുന്നോട്ട് നയിക്കുക എന്ന ദൗത്യം മതവിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവുകയും അത് ഇവിടുത്തെ യുക്തിയാധിഷ്ഠിത പ്രസ്ഥാനങ്ങളും യുക്തിവാദവും ദൈവനിരാസവും അടിസ്ഥാനമാക്കിയ സംഘങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു.
അതിനെയാണ് നമ്മൾ ആധുനിക കാലഘട്ടം എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. അങ്ങനെ ആധുനികത, ദൈവവിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ആധുനികത, അങ്ങനെ അർഹതയുള്ളത് അതിജീവിക്കും എന്ന സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യനെ ഭരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ, നാഗരികതകളെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചപ്പോൾ എന്തൊക്കെയാണ് മനുഷ്യ സമൂഹം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ എന്നിടത്ത് നിന്നുകൊണ്ടുകൂടിയാണ് റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന SIO-വിന്റെ സമ്മേളന പ്രമേയം പ്രസക്തമാവുന്നത്. അപ്പോൾ ഇവിടെ ചരിത്രത്തിന്റെ ഒരു തിരിച്ചുവരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാൻ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കുവാൻ, സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ മതങ്ങൾ വീണ്ടും മുന്നോട്ട് വരുന്ന, മതപ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആത്മീയാധിഷ്ഠിതമായ വിപ്ലവങ്ങളും ആത്മീയാധിഷ്ഠിതമായ സാമൂഹിക മാറ്റങ്ങളും സാമൂഹിക സൃഷ്ടിപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു ചരിത്രത്തിന്റെ പുതിയ തിരിഞ്ഞു നടത്തത്തിൽ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ മുന്നോട്ട് പോക്കിൽ മതങ്ങൾ സമൂഹത്തെ നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു കാലത്താണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത്. തീർച്ചയായും റീഡിഫൈനിങ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി, റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മെ നയിക്കുന്ന, നമ്മുടെ അടിസ്ഥാനമായി വർദ്ധിക്കുന്നത് മതം തന്നെയാണ്. SIO-വിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായ സാമൂഹിക പരികൽപ്പനകളിൽ, രാഷ്ട്രീയ പരികൽപ്പനകളിൽ, സാംസ്കാരിക പരികൽപ്പനകളിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള ഒരുക്കമാണ്, അതിൻ്റെ ആഹ്വാനമാണ്, പ്രഖ്യാപനമാണ് ഈ സമ്മേളനത്തിലൂടെ അത് നിർവഹിച്ചിരിക്കുന്നത്. അപ്പൊ ആത്മീയാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചും ആത്മീയാധിഷ്ഠിതമായ ഒരു സാമൂഹിക മാറ്റത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആത്മീയാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ, അവരുടെ അഭിരുചികളെ, അവരുടെ ശീലങ്ങളെ, അവരുടെ സങ്കല്പങ്ങളെയും സ്വപ്നങ്ങളെയും മാറ്റിമറിക്കുവാൻ പുറപ്പെടുമ്പോൾ അത് നമ്മുടെ സമൂഹത്തിന് അത്ര പരിചിതമായ കാര്യമല്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതം വേറെയാണ്, രാഷ്ട്രീയം വേറെയാണ് എന്നാണ്. മതം സമൂഹത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയം സമൂഹത്തിലും ഇടപെടാൻ പാടില്ല. മതത്തിൽ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ മതവും ഇടപെടാൻ പാടില്ല എന്ന വെള്ളം കയറാത്ത കമ്പാർട്ട്മെന്റുകളായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ നടപ്പ് ശീലങ്ങൾ. അങ്ങനെ അല്ലാത്ത ഒന്നിനെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ അതിനെതിരായ അത്തരം സങ്കുചിത മനസ്സുകളെ, മതം വേറെയാണ്, മനുഷ്യ ജീവിതത്തിന്റെ രണ്ട് അവിഭാജ്യ ഘടകങ്ങളെ വെള്ളം കയറാത്ത അറകളാക്കി തിരിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും അടിസ്ഥാന കാരണം തന്നെ ഇത്തരം ഒരു സമീപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഇടതുവശത്തിനും SFI സുഹൃത്തുക്കൾക്കും SIO ക്യാമ്പസിൽ പ്രവർത്തിക്കുമ്പോൾ ക്യാമ്പസ് ഇവിടെ വർഗീയമാവാൻ പോകുന്നു, ഇവിടെ ഇതാ വർഗീയ ശക്തികൾ സ്ഥാനമുറപ്പിക്കുന്നു എന്ന് അവർ വിലപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മതത്തിൻ്റെയും മതസ്വസ്ഥാനങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും മുന്നോട്ട് പോക്കിനെ വളരെ ആശങ്കയോടുകൂടി സമീപിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ നമുക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ ഒരു വശത്താണ് ക്യാമ്പസിൽ ഇന്ന് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മതത്തെ തങ്ങൾക്ക് അനുഗുണമായ അർത്ഥത്തിൽ വെട്ടിച്ചുരുക്കി പാകപ്പെടുത്തി നിർത്തുവാൻ തൽപര കക്ഷികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൊരു വിഭാഗം ഇവിടുത്തെ രാഷ്ട്രീയ വിഭാഗമാണ്. ആ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെ പ്രതിനിധികളാണ് അങ്ങനെ തങ്ങൾക്കനുഗുണമായ ഒരു മതത്തെ അങ്ങനെ വെട്ടിച്ചുരുക്കലുകൾ വരുത്തിയ, പാകപ്പെടുത്തിയ, തങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു മതത്തെയും മതവിഭാഗത്തെയും സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ മതവിഭാഗത്തിൻ്റെ മുന്നോട്ട് പോക്കലുകളിലെ വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ആരോപിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുവാനും അപരവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകമായി സംഘടിപ്പിക്കാൻ ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരു വശത്തെ, ഈ ഒരു വശത്തിന്റെ തുടർച്ചയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറുവശത്ത് മതവിഭാഗങ്ങൾ തന്നെ അതിന്ന് ആൾ ദൈവങ്ങളുടെ പിന്നാലെയാണ്. ആത്മീയ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് വേണ്ടത്ര മനസ്സിലാവുകയില്ല.
കാരണം ആത്മീയത എന്നത് ആൾദൈവങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിഭാഗം അത് മുടിയുടെ കാര്യത്തിലാണെങ്കിൽ മറ്റൊരു വിഭാഗം താടിയുടെ കാര്യത്തിലാണ് ഇന്ന് ആത്മീയതയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മുടിയുടെ രാഷ്ട്രീയവും താടിയുടെ രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ആത്മീയതയെ താടിയിലേക്കും മുടിയിലേക്കും ചുരുക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന, പാൻസിന്റെ ഇറക്കത്തിലേക്ക് ആത്മീയതയെ വലിച്ചു ചുരുക്കി കെട്ടിയിരിക്കുന്ന, ഇത് മറുവശത്ത് മതത്തെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച്, ആത്മീയാധിഷ്ഠിതമായ സാമൂഹിക മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ മതത്തിൻ്റെ ആളുകളും മതനിരാസത്തിൻ്റെ ആളുകളും മതത്തെ ഏതാണ്ട് ഒരേ ദിശയിൽ തന്നെ തങ്ങളുടെ താല്പര്യങ്ങൾക്കും ഇംഗിതങ്ങൾക്കും വേണ്ടി ചുരുക്കി കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കെതിരായ വിമർശനങ്ങൾ, നമുക്കെതിരായ ആക്രമണങ്ങൾ കായികമായി പ്രചാരണപരമായി ആളുകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്നത്, ബ്രിട്ടനിൽ പണ്ടൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. വിപ്പിംഗ് ബോയ് എന്നാണ് അവർ അറിയപ്പെടുക. വിപ്പിംഗ് ബോയികൾ എന്ന് പറഞ്ഞാൽ ലണ്ടനിലെ പ്രഭുകുമാരന്മാർ, രാജകുടുംബാംഗങ്ങൾ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുക എന്നത് അവരുടെ ഒരു പ്രഭുകുമാരന്മാരെ ശിക്ഷിക്കാൻ പാടില്ല. പക്ഷേ അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ ശിക്ഷിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് പ്രഭുകുമാരന്മാർ ചെയ്യുന്ന ശിക്ഷ, അവരുടെ കുറ്റത്തിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ സജ്ജീകരിച്ചിരുന്നു. ആ പ്രത്യേക വിഭാഗത്തെയാണ് ചരിത്രത്തിൽ വിപ്പിംഗ് ബോയികൾ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇന്ന് ഇസ്ലാമിക പ്രസ്ഥാനം ഈ വിപ്പിംഗ് ബോയിയുടെ പക്ഷത്ത് കൂടിയാണ്. ഇസ്ലാമിന് വേണ്ടി അത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുവാൻ ഇന്ന് നമ്മൾ നിർബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ നേരിട്ട് ആക്രമിക്കുവാൻ ധൈര്യമില്ലാത്തവർ, ഇസ്ലാമിനെ ആക്രമിക്കുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ആക്രമിച്ചുകൊണ്ട് ഒളിയ അജണ്ടകൾ നിർണ്ണയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന്, യഥാർത്ഥത്തിൽ അവർ ലക്ഷ്യം വെക്കുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ അജണ്ടകളെയും ഇസ്ലാമിൻ്റെ ആത്മീയ രാഷ്ട്രീയ ഉള്ളടക്കത്തെയുമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവേകം മുസ്ലിം സമൂഹത്തിനും ന്യൂനപക്ഷ വിഭാഗങ്ങളും ഒക്കെ ആർജിച്ചിട്ടുണ്ട് എന്നവർ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആത്മീയതയുടെ ഒരു വശത്ത് നിന്നുകൊണ്ട് മതം നിർണ്ണയിക്കുന്ന ഒരു പുതിയ സാമൂഹിക ക്രമത്തെക്കുറിച്ച്, പുതിയ ഒരു രാഷ്ട്രീയ ക്രമത്തെക്കുറിച്ചുള്ള ഒരു പ്രയാണത്തിൽ, അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ രൂപീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു വലിയ വിശ്വാസവും ഒരു ദർശനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. തീർച്ചയായും അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മതത്തെ നിർണ്ണയിക്കുവാനും മുന്നോട്ട് പോകുവാനും മതാധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം ഇവിടെ സാധ്യമാണ് എന്ന് വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ നമുക്കെന്താണ് പറയാനുള്ളത് എന്ന് വളരെ പ്രസക്തമായ കാര്യമാണ്. തീർച്ചയായും ഇസ്ലാം മനുഷ്യ സമൂഹത്തെക്കുറിച്ച് അത് ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാവർക്കും ഒരേപോലെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഉണ്ട് എന്നും ലിംഗത്തിൻ്റെ പേരിലോ മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ പ്രദേശത്തിൻ്റെ പേരിലോ ഒന്നും ഒരു മനുഷ്യൻ്റെയും അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നും നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാ മനുഷ്യർക്കും അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യവും സംസ്കാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരുടെ ജീവനും സമ്പത്തിനും അഭിമാനത്തിനുമുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് നമ്മുടെ ദർശനം, മതം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ഇത്തരം വലിയ വിശാലമായ ഒരു മാനവിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭാവിയെ നിർണ്ണയിക്കുവാനുള്ള ആർജവവും കരുത്തും നമുക്കുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനെ സമന്മാരായി കാണാൻ സാധിക്കുന്ന, അവർക്ക് സ്ത്രീ പുരുഷന്മാർക്കിടയിലോ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലോ വർണ്ണവിഭാഗങ്ങൾക്കിടയിലോ വിവേചനം കൽപ്പിക്കാത്ത ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്താൻ നമുക്ക് സാധിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യത്തെ നമ്മൾ മാനിക്കുന്നു, അവരുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും നമ്മൾ മാനിക്കുന്നു. ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ദർശനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന് ഇന്ന് നമ്മുടെ നാട്ടിൽ വർഗീയത വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വർഗീയതക്കെതിരെ വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഒരു വശത്ത് വർഗീയ ആരോപണങ്ങൾ, വർഗീയമായി സമൂഹത്തെ വേർതിരിക്കാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ എന്ന് വിമർശിക്കുമ്പോൾ തന്നെ
വർഗീയതയ്ക്കും ജാതി ചിന്തകൾക്കും അതീതമായി വിദ്യാർത്ഥി സമൂഹത്തെ സംഘടിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ മതസൗഹാർദ്ദവും സാമൂഹിക സൗഹാർദ്ദവും നിലനിർത്താൻ കഴിയുന്ന വിധത്തിൽ ഇന്റർഫെയ്ത്ത് ഡയലോഗുകളായി, സംവാദങ്ങളായി, സേവന പ്രവർത്തനങ്ങളായി, സമരപ്രവർത്തനങ്ങളായി മുഴുവൻ മനുഷ്യർക്കും വേണ്ടി നിലകൊള്ളുവാൻ SIO-വിന് സാധിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ജാതീയമായ വിഭാഗീയമായ ചിന്തകൾക്കതീതമായി മുഴുവൻ മനുഷ്യ സമൂഹത്തിനും വിദ്യാർത്ഥി സമൂഹത്തിനും വേണ്ടി നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഭരണകൂടങ്ങളെയും സ്ഥാപന മേലധികാരികളെയും അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകര സ്വത്വമുണ്ട്, റാഗിംഗ്. ഇതെങ്ങനെ നിയന്ത്രിക്കണമെന്നറിയാതെ നമ്മുടെ ഭരണകൂടങ്ങൾ നിയമങ്ങൾ എത്ര പാസ്സാക്കിയിട്ടും കർക്കശമാക്കിയിട്ടും റാഗിംഗ് ഒഴിഞ്ഞു പോകുന്നില്ല. സ്ഥാപന മേധാവികൾ ഇന്ന് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഇത് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ദർശനം അത് മുന്നോട്ട് വെക്കുന്ന ഈ ഓരോ മനുഷ്യന്റെയും അഭിമാനത്തെ സ്വന്തം അഭിമാനത്തെക്കാൾ മാനിക്കുന്ന ഒരാളുടെയും അവകാശങ്ങൾ സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ദർശനത്തെ പ്രതിനിധീകരിക്കുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പോരാളികൾ, SIO-വിന്റെ പോരാളികൾ റാഗിംഗ് കേസുകളിൽ പ്രതിയാകാതെ ക്യാമ്പസുകളിൽ മനുഷ്യ സമത്വത്തിനു വേണ്ടി മനുഷ്യരുടെ അവകാശങ്ങൾ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇതിൽ വ്യക്തികളുടെ റാഗിംഗ് മാത്രമല്ല, പാർട്ടി റാഗിങ്ങുകൾക്കും SIO അതീതമായി നിൽക്കുന്നു. ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നേരത്തെ ഇവിടെ അമീർ വിശേഷിപ്പിച്ചു, സ്വാതന്ത്ര്യം എന്നത്, ജനാധിപത്യം എന്നതൊക്കെ വലിയ മുദ്രാവാക്യങ്ങളാണെങ്കിലും ഇന്ന് ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ശവപ്പറമ്പുകളായി നമ്മുടെ ക്യാമ്പസുകൾ മാറിയിരിക്കുകയാണ്. ഇന്ന് സ്വാധീനമുള്ളവർ അധികാരമുള്ളവർ അധികാരമില്ലാത്തവരെ അടിച്ചമർത്തുന്ന ഒരു പ്രവണതയാണ് നമ്മുടെ ക്യാമ്പസുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാധീനമുള്ളവർ, ആധിപത്യമുള്ള ശക്തികൾ ആധിപത്യമില്ലാത്തവരുടെ അവകാശങ്ങളെ, അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും അപ്പോസ്തലന്മാർ തന്നെയാണ് ഇന്നതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണാതിരുന്നുകൂടാ. അങ്ങനെ തങ്ങളുടേതായ കുത്തക ക്യാമ്പസുകളിൽ ആരെങ്കിലും പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ, എറണാകുളം മഹാരാജാസ് ക്യാമ്പസിന്റെ അനുഭവങ്ങൾ ഇവിടെ നേരത്തെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നമ്മൾ മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകരെ മർദ്ദിച്ച് വരിയായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി എന്ന് മാത്രമല്ല, ഇരളിന്റെ മറവിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ബോംബെറിഞ്ഞ ചരിത്രം കൂടിയുണ്ട്, അവർക്കെന്നറിയേണ്ടതുണ്ട്. ഇത് കേവലം യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു സമഗ്രാധിപത്യ ദർശനത്തിന്റെ, ഫാഷിസത്തിന്റെ, ഏകാധിപത്യത്തിന്റെ തുടർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ക്യാമ്പസുകളിൽ SIO പ്രവർത്തകർ കഴിഞ്ഞ 10 പതിറ്റാണ്ടോളം കാലമായി ഈ ഫാഷിസത്തിന്, ഏകാധിപത്യത്തിനെതിരായ പോരാട്ടത്തിലാണ്. ഞാൻ നേരത്തെ SFI-കാരുടെ ബോംബേറിനെയും മസിൽ പവറിന്റെയും പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു അതൊരു യാദൃച്ഛികതയല്ല എന്ന്. ഇന്നലെ നടന്ന പ്ലീനത്തിൽ പാർട്ടി സെക്രട്ടറി സംസാരിക്കുന്നു, ഇനി മുതൽ ഇവിടെ 2 തരത്തിലുള്ള ആളുകളെ ഉണ്ടാകുകയുള്ളൂ അത്രേ. ഒന്നുകിൽ പാർട്ടിക്കാർ, അല്ലെങ്കിൽ പാർട്ടിയുടെ ശത്രുക്കൾ. നിർവചനം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സാധാരണ പറയലുണ്ട്, പാർട്ടിക്കാരും പാർട്ടിക്കാർ അല്ലാത്തവരും എന്ന് നമ്മൾ പറയലുണ്ട്. പക്ഷേ പാർട്ടി സെക്രട്ടറിയുടെ ഭാഷയിൽ പാർട്ടിക്കാരും പാർട്ടിയുടെ ശത്രുക്കളുമേ ഉള്ളൂ. അപ്പോൾ ശത്രു എന്ന് ഒരാളെ നിർവചിക്കുന്നതിലൂടെ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടതാണ്, അടിച്ചമർത്തപ്പെടേണ്ടതാണ്, ഉന്മൂലനം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പാർട്ടിക്കാർ അല്ലാത്തവരെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം കൂടിയാണ്. അപ്പോൾ ജനാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാർ, മതേതരത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും അപ്പോസ്തലന്മാർ, അവരുടെ ഉള്ളുകള്ളികൾ പുറത്തു വന്നതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിച്ചതാണ്. അപ്പോൾ തങ്ങളുടേതല്ലാത്ത എല്ലാത്തിനെയും അടിച്ചൊതുക്കുക എന്നൊരു നയമാണ്, അല്ലെങ്കിൽ ശത്രുപക്ഷത്ത് നിർത്തുക എന്ന നയമാണ്. പണ്ട് മറ്റൊരാളെ കുറിച്ചും നമ്മൾ ഇതുപോലെ കേട്ടിട്ടുണ്ട്. മറ്റൊരു വിദ്വാനും ഇതുപോലൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. ജോർജ് ബുഷിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും പ്രമാദമായ പ്രഭാഷണമുണ്ട്. ഒന്നുകിൽ നിങ്ങൾ അമേരിക്കയോടൊപ്പം, അല്ലെങ്കിൽ ഭീകരർക്കൊപ്പം. അതിൻ്റെ ഒരു പുതിയ പരിപ്രേക്ഷ്യമാണ് പാർട്ടി സെക്രട്ടറി ഇന്നലെ അവിടെ നടത്തിയത്. കേരളീയ സമൂഹത്തെ, അതിൻ്റെ ജനാധിപത്യ ബോധത്തെ, സാംസ്കാരിക പരിവേഷത്തെ, അതിൻ്റെ സാമൂഹിക രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു നിലപാട് കേവലം പാർട്ടിക്കാരെ കുറിച്ച് മാത്രമല്ല, സമൂഹത്തെക്കുറിച്ച് കൂടിയുള്ള അവരുടെ നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ വടകരയിൽ കണ്ടത്.
അതാണ് ഇന്ന് കേരളത്തിൻ്റെ ക്യാമ്പസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ തെരുവുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാണ്. അപ്പോൾ ആരെയാണ് ഒറ്റപ്പെടുത്തേണ്ടതെന്ന്, ആരെയാണ് തിരുത്തേണ്ടത് എന്ന്, ആരെയാണ് മാറ്റി നിർത്തേണ്ടതെന്ന് കേരള സമൂഹം പുനരാലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണിത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ SIOവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ ക്യാമ്പസുകളെ ജനാധിപത്യവൽക്കരിക്കുവാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ കാറ്റ് കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ ആഞ്ഞു വീശുവാനുള്ള പോരാട്ടങ്ങളിലാണ് SIOവിൻ്റെ പ്രവർത്തകർ. ധാർമ്മികതയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അത് റാഗിംഗ് കേസുകളിൽ പ്രതിയാകാത്ത SIOക്കാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, റാഗിങ്ങിനെതിരെ ഞങ്ങൾ പ്രവർത്തിക്കാത്തത് കേവലമായ കഴിവുകേട് കൊണ്ട് മാത്രമല്ല, തൻ്റെ സഹോദരൻ്റെ അഭിമാനത്തെ, അവൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നത് കൊണ്ടാണ് എന്ന വലിയൊരു ദർശനത്തിൻ്റെ പിൻബലം നമുക്കുള്ളത് കൊണ്ടാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇന്ന് കേരളത്തിൻ്റെ പുതുതലമുറയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന, ട്രെയിനികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, സഹപ്രവർത്തകരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അങ്ങനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ പീഡിപ്പിക്കാനുള്ളതാണ് എന്ന ഒരു ദർശനത്തെ തന്നെ വികസിപ്പിച്ചെടുത്ത, അങ്ങനെ കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യമാണ്, ലൈംഗികതയാണ് പുതിയ സ്വാതന്ത്ര്യമെന്ന് ധരിച്ചു വച്ചിരിക്കുന്ന, അങ്ങനെ ഉദാര ലൈംഗികതയെക്കുറിച്ച് പുതിയ സിദ്ധാന്തങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വതന്ത്ര ലൈംഗികതയും ഉദാര ലൈംഗികതയും ആവോളം ഉണ്ടാവുകയാണ് പുരോഗതിയുടെ ദർശനം, പുരോഗതിയുടെ അടയാളം എന്ന് മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒന്നിനും മറയില്ലാതിരിക്കുക എന്നതാണ്. അത് പ്രണയത്തിനും ബലാത്സംഗത്തിനും ലൈംഗികതയ്ക്കും സംഭാഷണങ്ങൾക്കും ഒന്നിനും മറയില്ലാതിരിക്കുക, ലജ്ജയെ ഊരിക്കളയുക എന്നതിനെ പുതിയ വികസനമായി, പുരോഗതിയായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തെയാണ് നാം തിരുത്താൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. സ്വന്തം സഹപാഠിയെ ലൈംഗിക ചുവയോടെ അല്ലാതെ നോക്കാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ കാമുകന്മാരും കാമുകിമാരും ഇല്ലാത്ത ഒരു വിദ്യാർത്ഥിനികളെ കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത വിധം ഭീകരമായി കേരളത്തിൻ്റെ ക്യാമ്പസുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ പരസ്യങ്ങളിലൂടെ അധ്യാപകരും മുത്തശ്ശിമാരും മുത്തശ്ശന്മാരുമൊക്കെ ഇന്ന് കാമുകിമാരെ കണ്ടെത്തുവാനും കാമുകന്മാരെ കണ്ടെത്തുവാനുമുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക പരിസരം നമുക്കുണ്ട്. അപ്പോൾ ലൈംഗികതയുടെ കാര്യത്തിൽ ഒരു വിമതനായിക്കൊണ്ട് മാത്രമേ, സദാചാരത്തിൻ്റെ കാര്യത്തിൽ ഒരു വിമതനായിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലൈംഗികതയുടെയും ഉദാര ലൈംഗികതയുടെയും സ്വതന്ത്ര ലൈംഗികതയുടെയും വിവാഹേതര പ്രണയങ്ങളുടെയും ലൈംഗികതയും ആഘോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മൂല്യങ്ങൾക്ക് വേണ്ടി, സംസ്കാരത്തിന് വേണ്ടി നിലനിൽക്കുക എന്നതുകൂടിയാണ് സാംസ്കാരികമായി നമ്മുടെ പുനർനിർവചനം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ ജനാധിപത്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കുവാനുണ്ടായിരുന്നു. ഇന്ന് ജനാധിപത്യം എന്നത് പഴയ നാടുവാഴ്ത്തത്തിൻ്റെയും ജന്മത്വത്തിൻ്റെയും ഒരു പേരുമാറ്റത്തോടുകൂടിയുള്ള വികസനം മാത്രമായി ഇന്ന് നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുന്നു. ഇന്നും പണമുള്ളവരും ജാതി മേധാവിത്വവും നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ സമൂഹമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം. ജനാധിപത്യ സമൂഹവും ജനാധിപത്യവും ഇനിയും വികസിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ ജനാധിപത്യത്തെക്കുറിച്ച്, ഇന്നും ഈ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗങ്ങളെക്കുറിച്ച്, ന്യൂനപക്ഷങ്ങളെക്കുറിച്ച്, അവരുടെ വികസനത്തെക്കുറിച്ച്, അവരുടെ മുന്നോട്ട് പോക്കിനെക്കുറിച്ച് നമ്മുടെ മുഖ്യധാരയ്ക്ക് എന്താണ് പറയുവാനുള്ളത്? അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങളും ജീവിത പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ ജനാധിപത്യത്തിൽ നിന്ന് മാഞ്ഞുപോയിരിക്കുന്നു. പണ്ട് രാജാക്കന്മാരും പറഞ്ഞിരുന്നു, ഏകാധിപതികളും പറഞ്ഞിരുന്നു, ഞങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആളുകളും പറയുന്നു, ഞങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്ന്. പക്ഷേ ഇന്ന് ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന മാഫിയകൾക്ക് വേണ്ടിയും ഫണ്ട് ദാതാക്കൾക്ക് വേണ്ടിയും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അതപ്പതിച്ചിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യം എന്നത് സ്വാധീനമുള്ളവൻ്റെ, അധികാരമുള്ളവൻ്റെ, അധികാരത്തിൽ എത്തിപ്പെടാൻ കഴിയുന്നവൻ്റെ ജനാധിപത്യമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ജനാധിപത്യ സിസ്റ്റത്തെ തന്നെ മാറ്റി എഴുതേണ്ടതുണ്ട്. നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ജമ്മു കാശ്മീർ, ഇവിടുത്തെ ആദിവാസി നിവാസികൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ, അവർക്കൊന്നും ഇനി ജനാധിപത്യത്തിൻ്റെ അധികാരവും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ലഭ്യമായിട്ടില്ല എന്ന നഗ്ന യാഥാർത്ഥ്യത്തെ ഒരു തലമുറ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തെയും ജനാധിപത്യ ഭരണ സംവിധാനത്തെയും കൂടി പുനർനിർവചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ജനാധിപത്യത്തെ പുനർനിർവചിക്കുന്ന, പുതിയ ഒരു ജനാധിപത്യത്തെ സൃഷ്ടിക്കുവാനുള്ള ക്യാമ്പസിലെ ജനാധിപത്യത്തെക്കുറിച്ച് മാത്രമല്ല, സാമൂഹികവും രാഷ്ട്രീയവുമായ ജനാധിപത്യത്തെക്കുറിച്ച് പുതിയ പാഠങ്ങളും അനുഭവങ്ങളുമുള്ള ഒരു തലമുറയായി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഭരിക്കുന്നവൻ്റെ സ്വാധീനങ്ങളും തന്നിഷ്ടപ്രകാരവും നീതി നിഷേധിക്കപ്പെടുന്ന ജനവിഭാഗങ്ങളുണ്ട്.
അബ്ദുൽ നാസർ മദനി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇറോം ശർമിള അതിൻ്റെ ഒരു ഉദാഹരണമാണ്. വിനായക് സെൻ അതിൻ്റെ ഒരു ഉദാഹരണമാണ്. കൂടംകുളം അതിൻ്റെ ഒരു ഉദാഹരണമാണ്. പ്ലാച്ചിമട അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഇങ്ങനെ അധികാരത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുക എന്നത് ഒരു അജണ്ടയായി ഏറ്റെടുത്ത പുതിയ തലമുറയെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് SIO. അങ്ങനെ ജനാധിപത്യത്തിൻ്റെ ഇരകളാക്കപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുക എന്നത്, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പോരാടുക എന്നത്, നീതി നിഷേധിക്കപ്പെട്ടവരുടെ അവലംബമായി മാറുക എന്നത് നമ്മുടെ ചരിത്ര ദൗത്യമായി, നമ്മുടെ നിയോഗമായി ഏറ്റെടുത്ത ഒരു പ്രസ്ഥാനമാണ് SIO. അത്തരം പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് നാം ചരിത്രത്തെ പുനർനിർവചിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ഈ ക്യാമ്പസിൽ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, അങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയെക്കുറിച്ച് കൂടിയാണ് നാം വിഭാവന ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ ഇരകളാക്കപ്പെട്ട സമൂഹങ്ങളെയും അവരുടെ സംഭാഷണങ്ങളെയും കുറിച്ച് ഇന്ന് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇന്ന് രാഷ്ട്രീയേതരമായി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹത്തെ തീർച്ചയായും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളവരാക്കി കേരളത്തിൻ്റെ ക്യാമ്പസുകളെ സർഗാത്മകമാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തുള്ള അന്തർദേശീയ തലത്തിലുള്ള ജനാധിപത്യ പോരാട്ടങ്ങളെ, മനുഷ്യാവകാശ ദംശനങ്ങളെ കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്ക് പരിചയപ്പെടുത്തുന്ന, കേരളത്തിൻ്റെയും ക്യാമ്പസുകളെയും വിഷയങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ അന്തർദേശീയമായ ഒരു കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയുമായ ഇന്ന് കേരളത്തിൻ്റെ ക്യാമ്പസുകളെ ചലനാത്മകമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദർശനത്തെയും ഒരു പ്രസ്ഥാനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെറുകേടുകളെ കുറിച്ച് നമുക്കറിയാം. ഇന്ന് വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ആശയും അവലംബവുമായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സർവകലാശാലകളിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നെറുകേടുകൾക്കെതിരെ സംസാരിക്കുവാൻ, വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു സംഘമായി മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സർവകലാശാലകളുടെ വിദ്യാർത്ഥി വിരുദ്ധമായ നടപടികൾ, സാമൂഹ്യ വിരുദ്ധമായ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നയിച്ച പാരമ്പര്യമാണ് നമുക്കുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ സർവകലാശാലയെക്കുറിച്ചറിയാം. ഇന്ന് ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇന്ന് ആ സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും നീതി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് SIOവിൻ്റെ സമര പോരാട്ടങ്ങൾ കാരണമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നെറികെട്ട, അങ്ങനെ ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന, അങ്ങനെ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ബാധ്യതകളെക്കുറിച്ച് വിസ്മരിക്കുകയും ചെയ്ത ഒരു ബ്യൂറോക്രസി ഒരു സർവകലാശാലയെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ, കാലിക്കറ്റിലെയും കേരളത്തിൻ്റെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഐതിഹാസികമായ സമര പാരമ്പര്യങ്ങൾ, 40 ദിവസം നീണ്ടുനിന്ന റിലേ സത്യാഗ്രഹം ഉൾപ്പെടെ, ബഹുജന മാർച്ചുകൾ ഉൾപ്പെടെ, ഖരാവോകൾ ഉൾപ്പെടെ, പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ, ജയിൽവാസവും അറസ്റ്റും പോലീസ് മർദ്ദനങ്ങളും ഉൾപ്പെടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് SIO പ്രവർത്തകരുടെ ചോരയും വിയർപ്പും കൊണ്ട് ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ എറണാകുളം ജില്ല നിലനിൽക്കുന്ന MG യൂണിവേഴ്സിറ്റിയുടെ കെടുകാര്യസ്ഥതകൾക്കെതിരെ, വംശീയവും വർഗീയവുമായ നിലപാടുകൾക്കെതിരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അറബി ഭാഷ എന്ന ലോകോത്തര ഭാഷയെ നിങ്ങൾക്കറിയുമോ എന്നെനിക്കറിയില്ല. നമ്മുടെ പ്രബുദ്ധമായ മതേതര ഇടത് സിൻഡിക്കേറ്റ് ഭരിച്ച ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഒരു തീരുമാനമുണ്ടായിരുന്നു, ഇനി മുതൽ ഡിഗ്രിക്ക് അറബി പഠിപ്പിക്കേണ്ടതില്ല അത്രേ. അറബി രജിസ്റ്റർ ചെയ്യാൻ 4 ആളുമില്ലാത്ത ഫ്രഞ്ചിനും ലാറ്റിനുമൊക്കെ അവിടെ പഠിപ്പിക്കുകയും പരീക്ഷാ സെൻ്ററുകളെയും അനുവദിച്ചു കൊണ്ടിരുന്ന ഒരു കാലത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിരുന്ന അറബി പഠിക്കാൻ ആളില്ല എന്ന് പറഞ്ഞ് സിൻഡിക്കേറ്റ് തീരുമാനം ഒഴിവാക്കിയിരിക്കുന്നു. അതിനെതിരെ നീണ്ട പ്രക്ഷോഭങ്ങൾ നടത്തി ജനാധിപത്യ പ്രക്ഷോഭങ്ങളോട് ഏകാധിപതികളെ പോലെ കണ്ടടക്കാനാണ് ജനാധിപത്യ ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ച സിൻഡിക്കേറ്റുകൾ തീരുമാനിച്ചത്. പക്ഷേ നിയമ പോരാട്ടങ്ങളിലൂടെ ആ അവകാശത്തെ, അറബിയെ സെക്കൻഡ് ലാംഗ്വേജായി നിലനിർത്താനുള്ള ആ സ്വാതന്ത്ര്യത്തെയും ആ അവകാശത്തെയും ആ ലോകഭാഷയെ അവഹേളിക്കുവാനും നിന്ദിക്കുവാനുമുള്ള രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെതിരെ പോരാടുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സ്വാശ്രയ കോളേജ് വിഷയത്തെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് സ്വാശ്രയ കോളേജ് തലം അതിൻ്റെ ഒരു പുതിയ തലത്തിലേക്ക് വികസിച്ചിരിക്കുന്നു. സ്വാശ്രയ കോളേജുകൾ പാടില്ല എന്നിടത്ത് നിന്ന് അതിൻ്റെ സമരമുഖം തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയ സമരങ്ങൾ നടത്തിയവർ തന്നെ ഇന്ന് വലിയ സ്വാശ്രയ കോളേജുകളുടെ നടത്തിപ്പുകാരും തട്ടിപ്പുകളുടെയും ഏജന്റുമാരുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അത്തരം സ്ഥാപനങ്ങളുടെ ചൂഷണങ്ങൾക്ക് ഇരയാക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് ആശ്രയം എന്ന അവരുടെ അന്വേഷണത്തിന്
SIO ഒരു ആശ്രയമായി, ഒരു അവലംബമായി മാറിയ നൂറുകണക്കിന് കഥകൾ നമുക്ക് പറയാനുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയുകയാണെങ്കിൽ, കാലിക്കറ്റ് ഇവിടെ കുഹാസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ബാച്ച് തന്നെ തട്ടിപ്പ് നടത്തി രജിസ്റ്റർ ചെയ്ത ഒരു ബാച്ച്. അവരുടെ ഫീസില്ല, അവരുടെ കോഴ്സിന് അംഗീകാരമില്ല, അവരുടെ ഡൊണേഷൻ ഇല്ല, വേണമെങ്കിൽ നിങ്ങൾ പൊക്കോളൂ എന്ന ധിക്കാരപരമായ സമീപനം മാനേജ്മെന്റ് സ്വീകരിച്ചപ്പോൾ അവരെ സമീപിക്കുവാൻ ഇവിടുത്തെ മുഖ്യധാര വിദ്യാർത്ഥി സംഘടനകൾ ഇടത് വലത് ഭേദമന്യേ അവിടേക്ക് എത്തിപ്പെട്ടിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം തീരുമാനിച്ചു, അതിൽ SIOക്കാർ ഉണ്ടായിരുന്നില്ല ആ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ. പക്ഷേ അവിടെ സന്ദർശിച്ച കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അധികാരമുള്ളവർ, സ്വാധീനമുള്ളവർ, സംഘടിത ശക്തികൾ എല്ലാവരുടെയും പ്രലോഭനങ്ങളെയും വാഗ്ദാനങ്ങളെയും മറന്നുകൊണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നു, അവരുടെ രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു, ഞങ്ങളുടെ സമരത്തെ SIO നയിക്കണമെന്ന്. നിങ്ങളെയാണ് ഞങ്ങൾക്ക് വിശ്വാസം, ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരാൻ, ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കുവാൻ നിങ്ങൾക്കാണ് സാധിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നിൽ ഞങ്ങൾ അണിനിരക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാനാമതത്തിൽപ്പെട്ട നാനാവിശ്വാസികളായ ആളുകൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ SIOവിൽ അണിചേർന്ന അനുഭവം ഈ അടുത്ത കാലത്ത് നമുക്കുണ്ടായിരുന്നു. ആ സമരത്തെ മാനേജ്മെന്റിൻ്റെയും പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും എല്ലാ സ്വാധീനങ്ങളെയും പ്രലോഭനങ്ങളെയും മറികടന്നുകൊണ്ട് അവർക്ക് അർഹമായ നഷ്ടപരിഹാരവും അവരുടെ ഫീസുമൊക്കെ തിരിച്ചു വാങ്ങിക്കൊടുക്കുവാൻ SIOവിൻ്റെ പോരാട്ടങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന അഭിമാനകരമായ ഒരു സന്ദർഭം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങളിൽ നമ്മൾ ഇന്ന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരുണ്ട്. പക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്കെന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ പെൺകുട്ടികൾക്ക് കേരളത്തിൻ്റെ സ്കൂളുകളിൽ മഫ്ത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ജനാധിപത്യ സമൂഹം, പുരോഗമന സമൂഹം, ആധുനിക കേരളം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ തന്നെ അതിനൊന്നും നിരക്കാത്ത യാഥാസ്ഥിതികമായ വളരെ പിന്തിരിപ്പൻ സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത്തരത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മൗലികാവകാശത്തെ, വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന പ്രശ്നത്തിൽ ഇടപെടാൻ ഇവിടുത്തെ പുരോഗമനക്കാരെ ആരെയും കണ്ടില്ല. ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിൻ്റെ മുന്നണി പോരാളികളെ, മതേതരത്വത്തിൻ്റെ കാവൽക്കാരെ, നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും സാമൂഹിക നിലപാടും രൂപീകരിക്കുവാൻ, ഇത് ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെ ബഹുസ്വരതയുടെയും ഭരണഘടനാ അവകാശങ്ങളുടെയും പ്രശ്നമെന്ന നിലക്ക് ഇതിനെ സമീപിക്കുവാനും ഉയർത്തിക്കൊണ്ടുവരുവാനും സാമൂഹിക അവബോധം സൃഷ്ടിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ സ്കോളർഷിപ്പുകൾ അട്ടിമറിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്ന ഇടത് വലത് സർക്കാരുകൾ ഒരേ അജണ്ടയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ ക്ഷേമ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നതിൽ ഗുജറാത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ പോലും ലജ്ജിപ്പിക്കുന്ന അർത്ഥത്തിൽ കേരളത്തിലെ UDF സർക്കാർ മാറിയ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷകർ എവിടെ എന്ന് ചോദിക്കുവാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ ജീവൽ പ്രശ്നങ്ങളെ, അവരുടെ അവകാശങ്ങളെ, അവരുടെ നീതിയെ കുറിച്ചല്ല, വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരെ തിരിച്ചറിയാനുള്ള വിവേകവും അതുപോലെ തന്നെ അവബോധവും ഈ സമൂഹത്തിനുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു, നാം തിരിച്ചറിയുന്നു. തീർച്ചയായും ഇങ്ങനെ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ, വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തെ, രാഷ്ട്രീയ മണ്ഡലത്തെ, ജനാധിപത്യ മണ്ഡലത്തെ വികസിപ്പിക്കുവാനുള്ള ഒരു പോരാട്ടത്തെക്കുറിച്ചാണ് നാം ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ റീഡിഫൈൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്ന അർത്ഥതലങ്ങൾ വളരെ വലുതാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ചും നമുക്ക് അങ്ങനെ വലിയ കാഴ്ചപ്പാടുകളുണ്ട്, വലിയ സങ്കല്പങ്ങളുണ്ട്. വിദ്യാഭ്യാസവും സംസ്കാരവും വർദ്ധിക്കുമ്പോൾ തന്നെ ഒരു സമൂഹത്തിൽ കുഴപ്പങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദ്യാസമ്പന്നരുമാകുമ്പോൾ തന്നെയാണ് സ്ത്രീ പീഡനങ്ങളും അഴിമതികളും കൊലപാതകങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പുനരാലോചിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇവിടെ വിദ്യാഭ്യാസം ഇനിയും ഒരു വലിയ സമൂഹത്തിന് നീതി ലഭ്യമാക്കിയിട്ടില്ല എന്ന്, ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ ഇനിയും ജനാധിപത്യവൽക്കരിക്കേണ്ടതുണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന ഒരു അക്കാദമിക മുന്നേറ്റത്തിന്, വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുന്ന
ഒരു വിദ്യാഭ്യാസ നയരൂപവൽക്കരണ പ്രക്രിയയെ ദേശീയ അന്തർദേശീയ തലത്തിലെ അക്കാദമിഷ്യന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായി കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ വാരം സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, സംസ്കാരത്തെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, അവർഗീയതയെക്കുറിച്ച് പുതിയ സ്വപ്നങ്ങൾ നിശ്ചയിച്ചുകൊണ്ടാണ്, പുതിയ അജണ്ടകൾ നിശ്ചയിച്ചുകൊണ്ടാണ് നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ സമരങ്ങൾ കേവലം രാഷ്ട്രീയം മാത്രമല്ല, തീർച്ചയായും ഇത്തരം വലിയ മാനങ്ങളുള്ള ഒരു പ്രവർത്തനമാണ് നാം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. SIOവിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ അജണ്ട റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്നത് തീർച്ചയായും ഈ സമ്മേളനവും ഈ സമ്മേളന പ്രവർത്തനങ്ങളും ഭാവിയുടെ അജണ്ടയെ നിശ്ചയിക്കുന്നതിൽ, ഭാവിയുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ എന്ന് മാത്രമല്ല ഒരു സംസ്കാരത്തെയും നാഗരികതയെയും വികസിപ്പിക്കുന്നതിൽ പ്രചോദനമാകുന്നതാകട്ടെ, കരുത്തു പകരുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന് സ്തുതി, നിങ്ങൾക്ക് നന്ദി. വാഹ്റ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.